ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ്. സോ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സർജറി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർജറിയുടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരാൾക്ക് അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. സോ എൻ്റെ ആ ഒരു സർജറിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഈ സർജറി നടന്നതെന്ന് പറഞ്ഞാൽ 2020, അതായത് ഏകദേശം ഞാൻ ഡിഗ്രി അവസാനം പഠിക്കുന്നതായിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ തീരാറായ സമയത്താണ് എനിക്ക് ഈ ഒരു സർജറി നടക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വയറുവേദന ഉള്ള ഒരാളാണ്. ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ അതികഠിനമായ വയറുവേദന ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് പീരീഡ്സ് ആയ ടൈം തൊട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്ന ഒരാളാണ് ഞാൻ. വയറുവേദന എന്ന് മാത്രമല്ല ബാക്കി എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്കിങ്ങനെ ഭയങ്കര വയറുവേദനയാണ്. അപ്പം വയറുവേദന പീരീഡ്സ് ആവുന്ന ടൈമിൽ വയറുവേദന എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ നാട്ടിൽ ഭയങ്കര നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അപ്പം എനിക്കാണെങ്കിൽ ഏകദേശം ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഞാനൊരു +2 പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമായിരുന്നു കേട്ടോ. അപ്പം കണ്ടിന്യൂസ്ലി ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെ വന്ന ടൈമിൽ നമ്മൾ നോർമലി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ ആദ്യം നോർമൽ ഡോക്ടറിനെ കൊണ്ട് ചെന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ആണ്. അപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 50 to 60 ഒക്കെ പസൽസ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ചോദിക്കും എന്താ ഗായത്രി വെള്ളം കുടിക്കില്ലേ? അപ്പം ഞാൻ പറയും ഡോക്ടർ ഇങ്ങനത്തെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പറയും ഓക്കെ, കോളേജിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ലല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്നൊക്കെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഡോക്ടർ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് ആന്റിബയോട്ടിക്സ് തരും, ഞാൻ കഴിക്കും. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറയാതിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, യൂറിൻ എടുക്കും, കൾച്ചർ ചെയ്യും, ഏതാണെന്ന് കണ്ടുപിടിക്കും, അതിനുള്ള മരുന്ന് വീണ്ടും കഴിക്കും. ഇതായിരുന്നു കുറച്ച് നാളത്തെ എൻ്റെ ഒരു ജീവിതം. അങ്ങനെ ഇതിങ്ങനെ മാറാതെ നിന്ന സമയത്ത് അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം എന്നൊരു കൺക്ലൂഷനിൽ എത്തി. അങ്ങനെ എന്ത് ചെയ്തു, ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ, വീടിനടുത്ത് തന്നെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചു. അത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് എനിക്ക് അതുവരെ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. കാരണം വൊമിറ്റിങ്, നടുവേദന, അങ്ങനെ മൊത്തത്തിൽ എനിക്കങ്ങ് പ്രശ്നങ്ങൾ കേട്ടോ. അപ്പം വീട്ടുകാരെന്താ വിചാരിക്കുന്നത്, വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ ഒരു കപ്പ്, ഉച്ചയ്ക്ക് ഒരു കപ്പ്, വൈകിട്ട് ഒരു കപ്പ്, അങ്ങനെ വെള്ളം കുടി. പക്ഷേ റിസൾട്ട് നോക്കുമ്പം യൂറിനറി ഇൻഫെക്ഷൻ കുറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇതിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ച് വീടിനടുത്ത് തന്നെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് ചെന്ന് കാണിച്ചു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഈ നല്ലപോലെ വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഒരുവിധം എല്ലാ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിലുപരി യൂറിൻ പാസ് ചെയ്യണം, എന്നാലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ എന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ശീലിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റം ഉള്ളതുപോലൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഇത് വന്നത് എന്ന് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നാളൊക്കെ അങ്ങ് പോയി. അങ്ങനെ വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, മരുന്ന് കഴിക്കുന്നു, മാറുന്നു. വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, മാറുന്നു, മരുന്ന് കഴിക്കുന്നു. അപ്പോഴെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെയിം ഗൈനക്കോളജിസ്റ്റിനെ തന്നെയാണ് കേട്ടോ. അപ്പം ആ ടൈമിലാണ് കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ ഡെലിവറി കഴിയുന്നത്. അപ്പോൾ പുനലൂര് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു ചേച്ചീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ വീണ്ടും വയ്യാതൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഈ ഡോക്ടറിനെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറും ബാക്കി എല്ലാവരും ചെയ്യുന്നതിൻ്റെ വിട്ട് ആന്റിബയോട്ടിക് ഒക്കെ തന്നിങ്ങി വിട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങി വിട്ട് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് കഴിഞ്ഞ് എനിക്ക് മാസം 2 വട്ടം, അതായത് മാസം എല്ലാ പെൺകുട്ടികൾക്ക് 1 വട്ടമാണ് പീരീഡ്സ് ആവുന്നതെന്നുണ്ടെങ്കിൽ 2 വട്ടം എനിക്ക് പീരീഡ്സ് ആവാനായിട്ട് തുടങ്ങി. വയറുവേദന എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് വയറുവേദന ഉണ്ട്. പക്ഷേ വയറുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം ഉണ്ടായിരുന്ന വയറുവേദന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നരകം എന്നൊക്കെ പറയത്തില്ല, അതുപോലുള്ള രീതിയിലുള്ള വയറുവേദനയായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ കൈയെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കടിക്കുമായിരുന്നു, വേദന സഹിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് 5-6 ദിവസത്തേക്ക് എനിക്ക് ബെഡിൽ നിന്ന് പൊങ്ങാൻ പറ്റില്ല. കാരണം
അത്രയ്ക്ക് പെയിൻഫുൾ ആയിരിക്കും. പീരീഡ്സ് ആവുമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും. കാരണം അത്രയ്ക്ക് വയറുവേദനയാണ്. വയറുവേദന, നടുവേദന, കാലുവേദന, തലവേദന, ഛർദ്ദിക്കാൻ വരില്ല, ഫുഡ് കഴിക്കത്തില്ല, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു പീരീഡ്സ് ആവുന്ന സമയത്ത്. അങ്ങനെ ഈ ഡോക്ടറിനെയൊക്കെ കണ്ട് ഒരു അടുത്ത മന്ത് ആയപ്പോഴത്തേക്ക് എനിക്ക് 1 മാസം തന്നെ 2 വട്ടം പീരീഡ്സ് ആവാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം എനിക്കിത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ സംഭവം. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ആർക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലും യൂട്രസ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നത് കൊണ്ടായിരിക്കാം എന്ന് പോലും പറഞ്ഞു തരാൻ ആരുമില്ല. കാരണം അമ്മയ്ക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും അമ്മയുടെ അമ്മയ്ക്കാണെങ്കിലും അമ്മയുടെ ചേട്ടത്തിമാർക്കാണെങ്കിലും ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് ഒട്ടും അറിയത്തതുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചേക്കുന്നത് എന്താ, ഓക്കെ, ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ മാസം ട്വൈസ് ഒക്കെ നമുക്ക് പീരീഡ്സ് വരാം എന്നുള്ളൊരു കൺക്ലൂഷനിൽ ഞാൻ എത്തി. പക്ഷെ എന്നാലും എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നൊരിതിലായി. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്കിതുപോലെ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരാറുണ്ട്, ഇനിയും ഇങ്ങനെ വരുവാണെങ്കിൽ കൊണ്ട് കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴും നമ്മൾ നോർമലായിട്ട് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ചെല്ലുമ്പം നോർമലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുമ്പം ഗൈനക്കോളജിസ്റ്റുമാർ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ സ്കാൻ ചെയ്യാൻ പറയുക, രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മളെ ബെഡിലൊക്കെ ഒന്ന് കയറ്റി കിടത്തിയിട്ട് നമ്മുടെ വയറൊക്കെ ഒന്ന് തൊട്ട് നോക്കുക, അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തൊട്ട് നോക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ മുമ്പും മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇതൊന്നും ചെയ്തിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. എനിക്കൊന്ന് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സിൽ നമുക്ക് എന്തറിയാം. ഞാനാണെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച ആൾ, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ജ്ഞാനം ഒന്നും എനിക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. അപ്പം ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ അറിവുള്ള ആരും എൻ്റെ വീട്ടിലും ഇല്ല, എൻ്റെ ഫാമിലിയിലും ഇല്ല. അപ്പം അമ്മ അങ്ങനെ 2 വട്ടം പീരീഡ്സ് ആയി ഡോക്ടറിനെ കൊണ്ട് കാണിക്കുന്നു. അപ്പൊ ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല, ഹോർമോണൽ ഇഷ്യൂസ് ആയിട്ട്. അങ്ങനെ നെക്സ്റ്റ് മന്ത് ആയപ്പോഴത്തേക്കും റിപ്പീറ്റ് വീണ്ടും ഒരു മന്തിൽ തന്നെ 2 വട്ടം പീരീഡ്സ് ആവുന്നു. വയറുവേദന കൊണ്ട് ഞാൻ കിടന്നങ്ങ് തത്തയും തിരകിട കാണിക്കുക. അത്രയ്ക്ക് ബുദ്ധിമുട്ട്, കോളേജിൽ പോലും പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞു, എന്താ ഇതുപോലെ സ്കാൻ ചെയ്ത് നോക്കണം, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പീരീഡ്സ് ഒക്കെ 2 വട്ടം ആവുന്നത്. അപ്പം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇനി ആ സ്കാനിങ്ങിനകത്ത് എന്താണെന്നോ അതിന്റെ ഒന്നും ഒരു അറിവ് എനിക്കില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ 20 വയസ്സുള്ള ലോകമൊന്നും കൊറോണയ്ക്ക് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊഹിച്ചോളാം, ഇത്ര ഒരു എക്സ്പോഷർ ഒന്നും അന്നില്ല. അപ്പം ഓക്കെ, ഡോക്ടർ പറഞ്ഞു എന്നാ പിന്നെ സ്കാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സ്കാനിങ്ങിന് വേണ്ടി എഴുതി തരുന്നു. അങ്ങനെ അവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്കാനിങ് സെന്ററിൽ ഞാൻ പോകുന്നു. അപ്പം ചേച്ചിയും കൊണ്ട്, ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 1 വട്ടം പോലും ഞാൻ സ്കാനിങ്ങിന് ചേച്ചിയുടെ കൂടെ ഞാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് കോളേജ് ഉള്ളത് കൊണ്ട് അമ്മയായിരുന്നു ചേച്ചീനെ കൊണ്ടുപോകുന്നതും പിന്നെ ചേട്ടൻ്റെ അമ്മയൊക്കെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കാനിങ് സെന്റർ നേരിട്ട് കാണുന്നത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എന്താ, ഇവിടെ മൊത്തം ഗർഭിണികളായിട്ടുള്ള ചേച്ചിമാരും അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആന്റിമാരും ഒക്കെ ആയിരുന്നു. വെള്ളം കുടിച്ച് യൂറിനറി ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് വേണം നമ്മളെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്കാൻ ചെയ്ത് ഡോക്ടർ ഇങ്ങനെ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന ആളിങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു പീരീഡ്സ് റെഗുലർ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഇറഗുലർ ആയിട്ടാണ്, എനിക്ക് 2 മാസമായിട്ട് എനിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാസം 2 വട്ടമൊക്കെ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഞാൻ മാരീഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, ഇതിനു മുമ്പ് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഓപ്പറേഷൻ? ഞാൻ പറഞ്ഞില്ല. അപ്പം എനിക്കിതിനെ പറ്റി ഒരു അറിവും ഇല്ല. എനിക്കിതിലൂടെ കേട്ടിട്ട് ആകെ എനിക്കിങ്ങനെ ടെൻഷനായി. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി. റിസൾട്ട് എടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഈ മെഡിക്കൽ ടേംസ് എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി എന്താണെന്നൊക്കെ ഒന്ന് നോക്കാനുള്ളൊരു അറിവെങ്കിലും നമുക്കുണ്ട്. അപ്പൊ അന്ന് എനിക്കിത് മനസ്സിലായില്ല. അപ്പം റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് അന്ന് വൈകിട്ട് തന്നെ ഡോക്ടറിനെ, അതായത് ഈ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇവർ ഭയങ്കര കൂളായിട്ട് പറഞ്ഞു അത് വയറ്റിലൊരു സിസ്റ്റ് ആണ് കേട്ടോ, വയറ്റിലൊരു സിസ്റ്റ് ഉണ്ട്, അത്യാവശ്യം വലുതാണ് എന്നിങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു പോയിന്റിൽ എനിക്ക് ഡോക്ടറിനോട് ദേഷ്യമാണ് തോന്നിയത്. കാരണം 5-6-7 പ്രാവശ്യമായിട്ട് ഞാൻ ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വട്ടം പോലും ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കുട്ടി ഇങ്ങോട്ട് കയറി കിടക്കുക, കുട്ടിയുടെ വയറൊന്നും പരിശോധിക്കട്ടെ എന്ന് പോലും ആ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ എത്ര നാളായിട്ട് ഞാൻ യൂറിനറി ഇൻഫെക്ഷൻ, എനിക്കിങ്ങനെ വയറുവേദന എന്ന് പറഞ്ഞ് ഞാനിവിടെ വരുന്നത്, ഡോക്ടർ ഒരു വട്ടമെങ്കിലും ഡോക്ടർ എന്നോട് ചോദിച്ചു
സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യട്ടെ എന്ന് ഡോക്ടറിനോട് ചോദിച്ചു. അപ്പം ഡോക്ടറിന് തന്നെ ഓൾറെഡി മനസ്സിലായി ഡോക്ടറിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് ഡോക്ടറിന് മനസ്സിലായി. കാരണം ഇതിപ്പോ ഈ വട്ടം തന്നെ സ്കാൻ ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് സ്കാൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം നമ്മൾ സാധാരണ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ഒരാളാണ്, എന്നിട്ട് പോലും നമ്മൾ അങ്ങോട്ട് പറയുന്നത് ഓക്കെ ഡോക്ടർ സ്കാൻ ചെയ്യാം, എന്നിട്ട് ഇത് കണ്ടുപിടിക്കും. അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ് ഇതെന്താ ഇത്ര നാൾ കണ്ടുപിടിക്കാഞ്ഞത്, ഇതെന്താ എത്ര നാൾ അറിയാഞ്ഞത്? ഇതിനു വേണ്ടി ചെലവാക്കിയ പൈസ ഫൈനാൻഷ്യലി എത്ര ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എത്ര രൂപ ഇതിനു വേണ്ടി ചെലവായിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടും ഇത് ഇത്രയും ലേറ്റായിട്ട് ഇത്രയും വളർന്ന് കഴിഞ്ഞിട്ട് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ആസ് എ ഗേൾ ആ ഒരു 20 വയസ്സിൽ എനിക്ക് എന്താ സംഭവം എനിക്കൊന്ന് ആര് പറഞ്ഞു തരാൻ പോലും ഇല്ല, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തരാൻ പോലും ഇല്ല. അപ്പൊ എന്നെ ഓക്കെ ഒന്ന് കയറി കിടക്കും നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വയറ്റിലൊക്കെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഓ ഷോ ഇങ്ങനെയൊക്കെ 2-3 എക്സ്പ്രഷനൊക്കെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇതിപ്പം സർജറി ചെയ്യാനേ പറ്റത്തുള്ളൂ, കാരണം ഏകദേശം അത്രയും വലുതാണ്, അപ്പൊ ഇനി സർജറി ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ മെന്റലി ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം നേരിട്ടോണ്ടിരുന്ന ഒരു ടൈം ആയിരുന്നു ആ ടൈമിൽ. അപ്പൊ പ്ലസ് അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്കത് അങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അന്ന് വരെ എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ ഒരു മേജർ സർജറിയോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അപ്പം പറഞ്ഞു SIT-യിലോ അല്ലെങ്കിൽ വേറെ 2-3 ഹോസ്പിറ്റലിൻ്റെ ഒക്കെ പേരൊക്കെ പറഞ്ഞു. അപ്പം അന്ന് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ച് ഒരു സാധാരണ ഫാമിലി എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ SIT ഒക്കെ ആയിരിക്കും നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് കരയണോ എനിക്ക് ഇമോഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് ഇതെന്താ കാര്യം പോലും എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആരും ഇല്ല. ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ സിസ്റ്റ് ആണ്, എന്താണ് സിസ്റ്റ് എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്നും ഞാൻ നോക്കില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇത് എന്തുകൊണ്ട് നേരത്തെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് പിറ്റേന്ന് തൊട്ട് ഞാൻ നോർമലി കോളേജിൽ പോകാനായിട്ട് തുടങ്ങി. അപ്പം SIT-യിൽ പോകാനായിട്ട് അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് നേരെ SIT-യിലോട്ട് പോയി. അപ്പൊ SIT-യിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ SIT-യിൽ പോയ ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കലങ്ങുമായിരിക്കും. കാരണം SIT-യിലെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെന്റ് അന്തരീക്ഷം. അപ്പം ഞാൻ SIT-യിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ അതുവരെ ഞാൻ SIT-യിൽ പോയിട്ടും ഇല്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറാനൊക്കെ പറ്റി. അങ്ങനെ കയറിയപ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു റൂമാണ് കേട്ടോ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു വാർഡിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഓപ്പറേഷൻ സർജറി അങ്ങനെയുള്ളൊരു ഡോക്ടർമാരുടെ ഒരു വിങ് ഉണ്ട്. അപ്പൊ അവിടോട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ ഹോള്, അവിടെ ഒരു 3-4 ഡോക്ടേഴ്സ്, ഒരു സൈഡില് നമ്മുടെ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡീസിന്റെ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഈ 4 സൈഡിൽ മറച്ചൊരു സാധനം കാണുമല്ലോ, അതുണ്ട്. അപ്പം ഇതിൽ നിന്ന് എൻ്റെ അമ്മയുടെയൊക്കെ പ്രായമുള്ള ആന്റിമാര് അലറുവാണ്, ലിറ്ററലി അവര് അലറുവാണ്, അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിരുന്ന അലറുവാണ്. അപ്പം ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഞാനിങ്ങനെ അങ്ങ് പെരുത്തിരിക്കും, എനിക്ക് എന്ത് ചെയ്യണം. അമ്മയ്ക്കാണെങ്കിൽ എന്നെക്കാട്ടിലും ടെൻഷൻ. അപ്പം എനിക്ക് അമ്മ പേടിയാവുന്നതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. അമ്മ എന്നെക്കാട്ടിലും ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഓക്കെ എൻ്റെ അടുത്ത് കയറി വരാനായിട്ട് പറഞ്ഞു. ഞാൻ അടുത്ത് നിന്ന് ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ലാസ്റ്റ് പീരീഡ്സ് ആയതെന്നാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ അപ്പം എന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടറിനെ വേറൊരു ഡോക്ടർ എന്തോ ഒരു കാര്യത്തിനായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഡോക്ടർ നേരെ പോകുന്നത് ഇങ്ങനെ ആൾക്കാരെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആ സാധനത്തിനകത്തോട്ടാണ് കേട്ടോ. പോയിട്ട് അപ്പൊ അവിടെ കിടക്കുന്ന ഒരു ചേച്ചി ഭയങ്കര കരച്ചിൽ കിടന്നു, അയ്യോ. അപ്പൊ ഡോക്ടർ വഴക്ക് പറഞ്ഞു, അനങ്ങാതെ കിടന്നേ, ഇത് ചെയ്തത് എടുത്താൽ മാത്രമേ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. അപ്പൊ ഞാനങ്ങ് ഉറപ്പിച്ചു, ദൈവമേ ഇതേ സംഭവം എനിക്കും ചെയ്യുമായിരിക്കും. അപ്പം എനിക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം, 20 വയസ്സേ എനിക്കുള്ളൂ, ഇത് എന്താ എങ്ങനെ ഒരു ഐഡിയ ഇല്ല. അപ്പം ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പേടിച്ച് വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ പേടിക്കാൻ വല്ലതും ഉണ്ടോ, വേറെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ, എന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇങ്ങനെ 8 നാഗം പൊട്ട പറഞ്ഞു, നിങ്ങളുടെ മകളുടെ വയറിൽ ഏകദേശം മുഴുവനായിട്ട് ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതാണ് സംഭവം. ഓക്കെ, അത് കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ കുഴപ്പമുള്ളതാണോ കുഴപ്പമില്ലാത്തതാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ടെസ്റ്റിനൊക്കെ ഇങ്ങനെ എഴുതി തന്നു.
അങ്ങനെ കുറേ ടെസ്റ്റിനൊക്കെ ഇങ്ങനെ എഴുതി തന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, ഇതിനെന്താണ് റിസൾട്ട്. കാരണം അത് കുറേ ടെസ്റ്റിനൊക്കെ എഴുതി തന്നിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. ലാബിലൊക്കെ പോയിട്ട് ബ്ലഡൊക്കെ എടുത്തപ്പോൾ ബ്ലഡ് എടുത്തപ്പോൾ എന്താ, എഴുതി തന്നെ 90 ടെസ്റ്റിനകത്ത് 10 ടെസ്റ്റേ അവിടെ ചെയ്യത്തുള്ളൂ. ബാക്കി ടെസ്റ്റ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് വേണം ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് 20 വയസ്സേ ഉള്ളത് കൊണ്ട് കൊച്ചു പിള്ളേർക്ക് ചെയ്യുന്ന ചില ടെസ്റ്റുകളും എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടീനേജ് ഏജിലുള്ളവർക്ക് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മളൊരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ നോക്കുമല്ലോ. അങ്ങനെ അവിടുത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടിനടുത്തുള്ള DDRCയിൽ പോയിട്ട് കുറേ ടെസ്റ്റ്, ഇപ്പൊ രാവിലെ വരണം, വെറും വയറ്റിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെസ്റ്റൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പൊ ബ്ലഡ് എടുത്തോണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, മോക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇതുപോലെ വയറ്റിലൊരു സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിന്റെ ടെസ്റ്റാ? അപ്പൊ ചേച്ചി പറഞ്ഞു, അത് നിന്ന് ഫോർമാലിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്ന, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കണ്ടു CA199 അങ്ങനെ എന്തോ ആയിരുന്നു ആ ടെസ്റ്റിന്റെ പേര്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് അതുപോലെ കുറെ ടെസ്റ്റുകളുണ്ട് കേട്ടോ, ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ക്യാൻസറസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ ബ്ലഡ് ടെസ്റ്റുകളാണ് ഇത്. ഇത് കേട്ടതും എൻ്റെ ബോധം പോയി. ഞാൻ അങ്ങ് ഉറപ്പിച്ചു, ഓക്കെ എനിക്ക് ഇങ്ങനെ എന്തോ അസുഖമാണ്, അതുകൊണ്ടാണ് ഇവരെന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിൽ ഞാൻ എത്തി. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങ് ഉറപ്പിച്ചു. സൈഡിൽ ഞാൻ അറിയുന്നില്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഗൂഗിളിൽ കയറി നോക്കിയപ്പം അവരും ഇതുപോലെ വണ്ടറടിച്ചിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അറിഞ്ഞു. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നറിയുന്നു. അങ്ങനെ ടെസ്റ്റിന്റെ റിസൾട്ടും കൊണ്ട് SITയിൽ അനസ്തീഷ്യ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പം അനസ്തീഷ്യ വാർഡ് എന്ന് പറഞ്ഞാൽ ആ വാർഡിൽ ആകെ എൻ്റെ പ്രായത്തിലുള്ളത് ഞാൻ മാത്രമാണ്. അപ്പൊ അതേ സ്ഥലത്ത് തന്നെയാണ് പ്രസവം നടക്കുന്നത്, തൊട്ടപ്പുറമാണ്. അപ്പം അനസ്തീഷ്യ ഡോക്ടറിനെ കാണുന്നതിന് തൊട്ടപ്പുറമാണ് പ്രസവം നടക്കുന്ന സ്ഥലം. അവിടുന്ന് ആകെ നിലവിളിയും കൂവലും പരവേശവും. എനിക്ക് എൻ്റെ കാല് തൊട്ട് തല വരെ ഞാൻ ഇങ്ങനെ നിന്ന് എനിക്കിന്ന് എന്താ നമ്മളെല്ലാം മരവിച്ചു പോവാന്ന് പറയത്തില്ല, അതേ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആകെ എനിക്ക് എന്താ പറയണെന്ന് അറിയത്തില്ല. അങ്ങനെ അനസ്തീഷ്യ ഡോക്ടറിനെ കാത്ത് നമ്മൾ എല്ലാവരെയും, അനസ്തീഷ്യ ഡോക്ടറിനെ ആ ദിവസം കാണാനുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ ഒരു മുറിക്കകത്തോട്ട് കയറി ഇരിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ കയറി ചെന്ന് ആ മുറിയിൽ ഇരുന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി. ഇപ്പൊ കുറേ ആന്റിമാരുണ്ടേ. അപ്പം ആ ആന്റിമാരെല്ലാവരും എങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മോക്ക് എന്തോ പറ്റി? അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്തിങ്ങനെയാണ് സംഭവം. അപ്പൊ ഇവരെല്ലാവരും തേനീച്ച ഒട്ടുന്നതിൻ്റെ തൊട്ട് എൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് പറഞ്ഞ്, ഓ ആണോ. അപ്പൊ ഇവര് തിരുവനന്തപുരം സ്ലാങ്ങിലാണ് കേട്ടോ ഇവര് സംസാരിക്കുന്നത്. ഓ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ സംസാരം അറിയത്തില്ല. അപ്പൊ അവരങ്ങനെ ഒരു സ്റ്റൈലിലാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഇവരെൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനകത്ത് ഒരു ആന്റി പറഞ്ഞു, ഓ പറയുമ്പോ ഇങ്ങനെ വയ്യാതൊക്കെ വന്ന് ഓപ്പറേഷൻ ചെയ്ത പാടൊക്കെയാ, പക്ഷെ കല്യാണം കഴിച്ച് വേറെ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോ അവരെന്തോ വിചാരിക്കും? അവര് നമ്മൾ പറയുന്നതല്ല അവര് വിശ്വസിക്കുവോ? വയറ്റിൽ ഇത്രയും വലിയൊരു പാട് അവര് വിശ്വസിക്കുവോ? ഇങ്ങനെ കുറെ ഡയലോഗുകൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം, പക്ഷെ ഞാനും ഇങ്ങനെ ഇവരെന്തിനോട് ഇങ്ങനെ പറയുന്നു? കാരണം 20 വയസ്സുള്ള ഒരു കുട്ടി, ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നു, ആദ്യമായിട്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിന്റെ ടെൻഷൻ, ഒരു സർജറി, ഇത്രയും ഒരു വലിയ സർജറി നടക്കുന്നതിന്റെ ടെൻഷൻ. അപ്പൊ ഇവരിങ്ങനെ പറയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഇല്ലാത്ത ഇൻസെക്യൂരിറ്റി, അത് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇല്ലാത്ത ഇൻസെക്യൂരിറ്റി എൻ്റെ മനസ്സിൽ എന്ത് ചെയ്തു കുത്തി നടക്കുന്നു. അപ്പം ഞാൻ പുനലൂര് കാണിച്ചുകൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഇല്ലേ, അപ്പൊ ആ ഡോക്ടർ പറഞ്ഞത് ഓക്കെ SITയിലാണെങ്കിലും കീ ഹോളേ ചെയ്യുള്ളൂ, കാരണം 20 വയസ്സല്ലേ ഉള്ളു കുട്ടിക്ക്, അപ്പം കീ ഹോൾ ആയിരിക്കും ചെയ്യുന്നത് എന്നൊരിതിലാണ്. അപ്പം ഞാൻ ഇവര് പറയുന്ന മറുപടിയിൽ എനിക്ക് തിരിച്ചൊന്നും പറയാനില്ല, കീ ഹോൾ ആയിരിക്കുമെന്നോ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. അപ്പൊ അപ്പോഴത്തെ എൻ്റെ ഒരു സംശയത്തിന് ഡോക്ടറിനെ അന്ന് കണ്ടപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ എനിക്ക് കീ ഹോൾ ആയിരിക്കുമെന്ന് വെച്ചപ്പോൾ ഡോക്ടർ കീ ഹോളോ അതെങ്ങനാ, ഇത് കീ ഹോള് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ? പറഞ്ഞു ഗായത്രിയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം വയറിന്റെ 90% ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കത് കീ ഹോള് പോസിബിൾ അല്ല.
പ്ലസ് അപ്പം നമുക്ക് ട്രഡീഷണൽ രീതിയിൽ വലിയ സ്റ്റിച്ചിൽ നമുക്ക് സർജറി ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പം അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സിസ്റ്റം ആയതുകൊണ്ട്, സിസ്റ്റം ആകുമ്പോൾ നമുക്ക് അകത്ത് ഫ്ലൂയിഡ് ഫില്ലഡ് ആയിരിക്കും സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം അത് പൊട്ടാതെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതിനകത്ത് ലിക്വിഡ് നമുക്ക് പരിശോധനയ്ക്കൊക്കെ അയക്കണം. അപ്പം അതങ്ങനെ അകത്ത് പൊട്ടിയൊക്കെ വീഴും കീ ഹോൾ ചെയ്താൽ. അപ്പം നമുക്കങ്ങനെ ട്രഡീഷണൽ ആയിട്ട് അത് പൊട്ടാതെ എടുത്ത് അതിനകത്ത് സാധനം നമുക്ക് പരിശോധനയ്ക്ക് അയക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ ഈ ഡോക്ടർ പറഞ്ഞു. അപ്പം കീ ഹോളും അല്ല, ഒക്കെ വലിയ സ്റ്റിച്ചായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ എൻ്റെ തല കിടന്നങ്ങ് കറങ്ങുകയാണ്. ഞാൻ പേടിച്ച്, എനിക്ക് അമ്മയുടെ അടുത്ത് പോലും എനിക്ക് ഈ കാര്യം ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അമ്മയുടെ അടുത്ത് പറയാൻ വയ്യ. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരുമാതിരി പാതി ചത്ത അവസ്ഥയിൽ ഞാൻ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഡോക്ടറിന് ആക്ച്വലി അപ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്ന, ഒരു ഡോക്ടറിന് ഭയങ്കര ഒരു റിഗ്രറ്റ്. കാരണം ഡോക്ടറിനെ ഇത്രയും വട്ടം കൊണ്ട് കാണിച്ചിട്ട് ഇത്രയും ലേറ്റ് ആയിട്ടാണല്ലോ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, ഇത്രയും ലേറ്റ് ആയി പോയപ്പം ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്ന് വിളിക്കും. അപ്പം അന്ന് വിളിച്ചപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഇവർ പറയുന്നു കീ ഹോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വലിയ സൈസാണ്, അപ്പം അത് റപ്ചറായി പോവും, അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ട്രഡീഷണൽ രീതിയിൽ വലിയ സ്റ്റിച്ചായിട്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇവർ പറഞ്ഞു. ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് ഡോക്ടർ എൻ്റെ ചേട്ടനെയും ചേച്ചീനെയും വിളിച്ചു. ചേട്ടനും ചേച്ചീനെയും വിളിച്ചിട്ട് അവരുടെ എല്ലാവരുടെയും നമ്പർ ഓൾറെഡി ഡോക്ടറിന് അറിയാം. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ കല്യാണം കഴിക്കാത്തൊരു കുട്ടിയല്ലേ, അപ്പം ഭാവിയിൽ ഈ കുട്ടിക്ക് സെക്ഷൻ ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഇത്രയും വലിയൊരു സ്റ്റിച്ച് വയറിലിരുന്നാൽ അത് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കീ ഹോൾ ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഈ ഡോക്ടർ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അന്ന് ഇതൊന്നും അല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ ആ അനസ്തേഷ്യ റൂമിൽ കയറിയ സമയത്ത് എൻ്റെ അടുത്ത് ഈ ആൻറ്റിമാർ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ. ഞാൻ എങ്ങനെ അത് ആലോചിച്ചിരിക്കും. അപ്പം ഞാൻ എൻ്റെ വിഷമം സഹിക്കാതെ ഞാനിത് എൻ്റെ അമ്മേൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, അത് വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ പലതും പറയും. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഞാൻ അങ്ങനെ കരച്ചിലും ബഹളവും ഞാനങ്ങനെ. പക്ഷെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് ഓക്കെ ആയി. കാരണം ഇനി എന്ത് വന്നാലും ഞാനങ്ങ് സഹിച്ചോളാം, ഇനി എന്ത് വന്നാലും പാടെങ്കിൽ പാട്, എന്താണേലും കുഴപ്പമില്ല, ഞാനങ്ങ് സഹിച്ചോളാം എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ഇരുന്നു. കാരണം ഇതിൽ വരെ ഇനി ഒന്നും വരാനില്ല, എന്താണേലും ഇനി ഓപ്പറേഷൻ ചെയ്തെടുത്ത് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ആ മുഴ വെളിയിലെടുത്ത് അത് പരിശോധനയ്ക്ക് അയച്ചാൽ വല്ല പ്രശ്നമുള്ളതാണോ നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ ഇനി കരയില്ല എന്നൊരു മാനസികാവസ്ഥയിൽ ഞാനങ്ങ് എത്തി. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞില്ല, കാരണം ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അതിൻ്റെ കൂടെ പ്ലസ് ഇങ്ങനൊരു കാര്യം വരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ ചുറ്റുവട്ടം നടക്കുന്ന സിറ്റിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു വാർഡിൽ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ പോയവർക്കേ അത് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ എന്നുള്ളത് പോയവർക്കേ അത് കലങ്ങത്തുള്ളൂ. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ പറഞ്ഞ ആൻറ്റിമാരെ പറ്റി ഞാൻ ഇടയ്ക്ക് ആലോചിക്കും കേട്ടോ. എന്ന് വെച്ചാൽ വെറുതെ അത് ഒരാളുടെ മനസ്സ് കുത്തി വേദനിപ്പിക്കുക തന്നെയല്ലേ. അപ്പം അവിടെ ചെന്നിട്ട് അത്രയ്ക്ക് എനിക്ക് വിഷമമായ ആൻറ്റിമാരെൻ്റെ അടുത്ത് അന്ന് അങ്ങനെ സംസാരിച്ചത്. അപ്പം ഞാൻ അന്ന് വരെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ അതിങ്ങനെ ചെറുക്കം വീട്ടുകാർ എന്തോ പറയാൻ, എന്നിട്ട് അതിൻ്റെ കൂടെ വേറൊരു ഡയലോഗ് കൂടെ പറഞ്ഞു. അവര് വിചാരിക്കും, ഇനി പണ്ടെങ്ങാനും വേറെന്തെങ്കിലും സംഭവം നടന്നിട്ട് വേറെന്തെങ്കിലും ആയിരിക്കോ എന്നൊരു ഡയലോഗും കൂടെ അവരെൻ്റെ കൂടെ ചേർത്തു കേട്ടോ. അപ്പം എനിക്ക് 20 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. എന്ന് വെച്ചാൽ എന്തിനിവർ എന്നോട് ഇങ്ങനെ പറയുന്നു എന്നൊരു രീതിയിലായിരുന്നു ഞാനിത് കണ്ടത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം അതും കൂടെ കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയത്. കാരണം ഇനി ഞാൻ കരയില്ല, ഇനി എന്നെ പലതും പറഞ്ഞേക്കാം എന്ന്. അപ്പം നമുക്കിങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സിസ്റ്റാണ്, അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പം നമ്മൾ നേരിടേണ്ടി വരുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ. സഹതാപം കൈൻഡ് ഓഫ് ഐറ്റംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ, കല്യാണം കഴിച്ചാൽ ഇനി കൊച്ചുണ്ടാവുമോ, എങ്ങനെയാണ് ഇത്, സിസ്റ്റാണ് കേട്ടോ, ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയതിൽ കൂടുതൽ. പിന്നെ അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ക്ലോസ് ആയിട്ട് നിന്ന പലരും നല്ല ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇനി കുട്ടി ഉണ്ടാകുമോ, പാടുണ്ടാകുമോ എന്ന് ചോദിച്ചവർ വരെ എൻ്റെ കൂട്ടത്തിലുള്ളവരിലുണ്ട്. ആരാ എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് എനിക്കത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. കാരണം
അന്ന് എനിക്ക് വേണ്ടിയിരുന്നത് എന്നെ ഒന്ന് പാമ്പർ ചെയ്ത് പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയാനുള്ള ആൾക്കാരാണ്. അത് എൻ്റെ വീട്ടുകാർ മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ കൂട്ടുകാരെ ടെൻഷൻ അടിച്ച ആൾക്കാരാണ് അവർ. അപ്പം നമ്മൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നു, നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലും കൂടെ സജഷൻ ചോദിക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത് കേട്ടോ. അപ്പം ആ ഹോസ്പിറ്റലിൻ്റെ കാര്യം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അവിടെ ചെന്ന് സർജറി നടന്നോ ഇല്ലയോ, എങ്ങനെയായിരുന്നോ, പിന്നെ ആ സിസ്റ്റിന് വല്ല കുഴപ്പം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം സെക്കൻഡ് പാർട്ട് വേണ്ടവരെന്താണെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ഇട്ടില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.